നിലവിൽ 10ാം ദിനം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ലല്ലു ചേരുന്നുണ്ട്. ലല്ലു, ഒരു പ്രതീക്ഷയുടെ നാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അപ്പോൾ പോലും കൃത്യമായി അർജുന്റെ വാഹനത്തിലേക്ക് എത്തുക, അർജുൻ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന വാഹന ഭാഗം കണ്ടെത്തുക, അത് വെല്ലുവിളിയായി തന്നെ തുടരുകയല്ലേ? അഭിലാഷ്, ഈ തെരച്ചിൽ ഏറ്റവും നിർണായകമായ, ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് ഈ ക്യാബിൻ ഉള്ള സ്ഥലം, അല്ലെങ്കിൽ ഈ ക്യാബിൻ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് രാവിലെ നടന്ന ഈ പരിശോധനയിലാണ് ഈ 3 ലോഹഭാഗങ്ങൾ, ലോറിയുടെ സംശയിക്കുന്ന 3 ലോഹഭാഗങ്ങൾ ഈ വെള്ളത്തിനടിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ക്യാബിൻ ഏതാണെന്ന് കണ്ടെത്തുന്ന ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം പരിശോധന നടന്ന സ്ഥലത്ത് നിന്ന് മാറി ഇപ്പോൾ രണ്ടാമത് കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ ഈ IBOD പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. 3 മണിയോടുകൂടി ഈ പരിശോധനയിൽ ഒരു നിർണായകമായ ഘട്ടമുണ്ടാകും, ഒരു നിർണായകമായ കണ്ടെത്തൽ ഉണ്ടാകുമെന്നായിരുന്നു ശ്രീ ഇന്ദ്രമാന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ടാമത്തെ സ്പോട്ടിൽ നടക്കുന്ന പരിശോധനയുടെ ഫലം അല്പസമയത്തിന് തന്നെ ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന പോലെ ഈ ക്യാബിൻ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ന്യൂസ് 18 സംസാരിച്ച കാർവാർ MLA ആയാലും കർണാടകയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും ഇവർ അറിയിച്ചിരിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ഒരു ഡൈവിംഗ്, നമ്മുടെ നേവിയുടെ സ്കൂബ ഡൈവർമാർക്ക് നദിയുടെ അടുത്തട്ടിലേക്ക് ഒരു ഡൈവിംഗ് അസാധ്യമാണ് എന്ന് തന്നെയാണ്. ഒന്ന്, ഈ നദിയുടെ അടുത്തട്ടിലെ അതിശക്തമായ അടിയൊഴുക്ക്. 2, ഒരു തരത്തിലുള്ള വിഷൻ സാധ്യമല്ലാത്ത തരത്തിൽ കലങ്ങിക്കിടക്കുകയാണ് നദിയിലെ വെള്ളം. നമുക്കറിയാം, ഏക്കർ കണക്കിന് പ്രദേശം അപ്പാടെ ഇടിഞ്ഞ് നദിയിലേക്ക് വീഴുകയും നദിയിലെ വെള്ളം തന്നെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു വിഷനും സാധ്യമല്ല. പാറയും മറ്റ് വസ്തുക്കളും എല്ലാം അടിഞ്ഞുകൂടിയ അതിശക്തമായ ഒഴുക്കുള്ള ഒരു അടിത്തട്ട്. ഈ സാഹചര്യത്തിൽ ഒരു ഡൈവിംഗ് അസാധ്യമായതുകൊണ്ട് തന്നെയാണ് മറ്റു മാർഗങ്ങളിലേക്ക് നേവി കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ എന്തെങ്കിലും സംവിധാനം ഒരുക്കിയ ശേഷം ഈ ക്യാബിൻ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന സ്ഥലത്തേക്ക് ഡൈവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആലോചനകളിലേക്ക് നേവി പോകുന്നു എന്നാണ് കാർവാർ MLA വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ ക്യാബിൻ കണ്ടെത്തുക, ക്യാബിൻ എവിടെയാണെന്ന് ഉറപ്പുവരുത്തുക, അത് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ, ഇനിയുള്ള ഏറ്റവും നിർണായകമായ ഘട്ടം. നിലവിൽ വരുന്ന വാർത്ത, ഈ ഡൈവിംഗ് ഇന്ന് നടക്കില്ല എന്നുള്ള വാർത്ത അല്പം നിരാശാജനകമാണെങ്കിലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ മുഴുവൻ പ്രതീക്ഷയ്ക്ക് വന്നു നിൽക്കുന്ന വാർത്തകളാണ്. കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകൾക്കായിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നതും അതിനുള്ള പരിശ്രമത്തിലാണ് ഈ രക്ഷാദൗത്യം, ഈ ചരിത്രപരമായ ഈ ദൗത്യം മുന്നേറുന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലല്ലു സൂചിപ്പിക്കുന്നത് പോലെ പ്രതീക്ഷയുടെ നാമ്പ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ആയിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ലോറി സ്പോട്ട് ചെയ്തത്. അതിനുശേഷം ലോറിയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ശ്രമം ആയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ആധികാരികമായി തന്നെ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിടുകയും ചെയ്തതാണ്. ലോറി കണ്ടെത്തി എന്നത് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ന്യൂസ് 18 തന്നെയായിരുന്നു. ഇപ്പോഴും അത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ആധികാരികമായ വിവരങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഷിരൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഡൈവിംഗ് എന്നത് സാധ്യമാകുന്നില്ല. കാരണം പുഴയുടെ സ്വഭാവം അത്രമേൽ അതിശക്തമായി ഒഴുകുന്ന വെള്ളമാണുള്ളത്. കലങ്ങി മറിഞ്ഞ വെള്ളം